കാരണം ഇയാൾ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ, ഇയാൾ അയച്ച മറ്റ് വീഡിയോകൾ ഒക്കെ ഇയാൾക്ക് തിരിച്ചടിയായി മാറുന്ന ഒരവസ്ഥ. അങ്ങനെ നമ്മുടെ ജയസൂര്യയും മുങ്ങി. അത്ഭുതകരമായ മുങ്ങൽ. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. വിദേശത്ത് നിന്ന് അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ കാത്ത് നിൽക്കുന്നത് പേമാരികൾ, അപവാദങ്ങളുടെ പേമാരികളാണ്. ഒരു നടിയെ, തിരുവനന്തപുരം നടിയെ പീഡിപ്പിച്ചത് തൊടുപുഴയിൽ വെച്ചു. മറ്റ് പല നടിമാരെയും ഇയാൾ പീഡിപ്പിച്ചു. അത്രയും വൾഗറായ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ജയസൂര്യ എന്നത് തെളിഞ്ഞിരിക്കുന്നു. ജയസൂര്യ വിദേശത്ത് നിൽക്കുന്നത് മുൻകൂർ ജാമ്യം എടുക്കാനാണ്. കാരണം ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ മുൻകൂർ ജാമ്യം എടുക്കണം ഹൈക്കോടതി പോയി. അതിനുള്ള തിടുക്കത്തിലാണ് ജയസൂര്യ. അതിനുവേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. പെട്ടെന്ന് മുൻകൂർ ജാമ്യം കിട്ടില്ലെന്നേ, അതും വലിയൊരു പ്രത്യേകതയാണ്. കാരണം ഇയാൾ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ, ഇയാൾ അയച്ച മറ്റ് വീഡിയോകൾ ഒക്കെ ഇയാൾക്ക് തിരിച്ചടിയായി മാറുന്ന ഒരവസ്ഥ. തിരിച്ചടിയായി മാറുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്ന ഒരവസ്ഥ. അതൊക്കെയാണ് ജയസൂര്യ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ജയസൂര്യ മലയാളത്തിൽ വളരെ പെട്ടെന്ന് വളർന്നു വന്ന ഒരു നടനായിരുന്നു. ജയസൂര്യയുടെ ഗോഡ് ഫാദർ എന്ന് ജയസൂര്യ ഇപ്പൊ പറയില്ലെങ്കിലും അന്ന് ഊമപ്പെണ്ണ് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലൂടെ ഇയാളുടെ ഗോഡ് ഫാദറായി മാറിയത് വിനയനാണ്. വിനയനെ താരസംഘടന വിലക്കിയപ്പോൾ, ഫെഫ്ക വിലക്കിയപ്പോൾ, മാക്ട പിളർന്നപ്പോൾ ഇയാള് വിനയനെ കൃത്യമായി കാലുവാരി. അത് വിനയന് ഇപ്പോഴും വിഷമമാണ്. സംവിധായകൻ വിനയനും ഞാനുമായി കുറേ അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട്, പല തലത്തിൽ നിന്നുമായി. അപ്പോഴൊക്കെ വിനയൻ ചേട്ടനോട് പറയുന്ന ഒരു ദുഃഖം, ഇവൻ പറ്റിച്ചല്ലോ എന്നാണ്. ഇവന് എന്താ പറയുക, ഇവന് ഒരു നന്ദിയില്ലല്ലോ എന്നാണ്. വിനയൻ ചേട്ടൻ നന്ദികേടുമൊക്കെ അനുഭവിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ശാപമോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ ശാപമാണോ എന്നറിയില്ല. ജയസൂര്യ പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് നിൽക്കുകയാണ്. ദുബായിലാണ് ഇപ്പോ ആശാൻ നിൽക്കുന്നത്. ദുബായിൽ നിന്ന് പറന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊക്കുന്ന രീതിയിലാണ് കേസിന്റെ ഗതിവിഗതികൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കേസിനും ഒരു ഗതിവിഗതികളുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകർ അതിനെപ്പറ്റി അറിയാൻ ഒരുപാട് ആഗ്രഹിക്കും. എന്തായാലും ഇപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ജയസൂര്യ നിൽക്കുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ജയസൂര്യ നിൽക്കുന്നു എന്ന് മാത്രമല്ല, നിയമവ്യവസ്ഥയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അയാൾ വിദേശത്ത് ഇരിക്കുന്നു. നിങ്ങൾ വിദേശത്ത് എവിടെ ഇരുന്നോട്ടെ, നിയമവ്യവസ്ഥിതി നിയമത്തിന്റേതായ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതി പരിപാലിക്കാൻ വേണ്ടി പൊളിറ്റിക്സ് കേരള ഇനിയും വാർത്തകളുമായി വരും.